നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ജനുവരി മാസത്തിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ഗുയിമറസിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡ് സ്വന്തമാക്കിയത്. 34 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ന്യൂകാസിൽ ചിലവഴിച്ചിട്ടുള്ളത്. പിന്നീട് ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ബ്രൂണോ ഗുയിമറസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് അദ്ദേഹത്തിന്റെ കരാർ ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു പുതിയ റിലീസ് ക്ലോസ് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ ഒരൽപ്പം പ്രതിസന്ധി സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. PSR നിയമപ്രകാരം അവർക്ക് താരങ്ങളെ വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ കൈവിടാൻ ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് ആലോചിക്കുന്നുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുന്നേ ഒരു മികച്ച തുകക്ക് താരത്തെ കൈമാറാനാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പദ്ധതികൾ. ബ്രൂണോ ഗുയിമറസിന് വേണ്ടി നിലവിൽ സജീവമായി രംഗത്തുള്ളത് ഫ്രഞ്ച് വമ്പന്മാരായ PSG ആണ്. നേരത്തെ തന്നെ ബ്രൂണോയുടെ ക്യാമ്പുമായി ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിന് താരത്തിന്റെ റിലീസ് ക്ലോസ് ലഭിക്കേണ്ടതുണ്ട്. 100 മില്യൺ പൗണ്ടാണ് താരത്തിന്റെ ഇപ്പോഴത്തെ റിലീസ് ക്ലോസ്. ഇത്രയും വലിയ തുക നൽകാൻ PSG തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുന്നേ ഇതിനൊരു പരിഹാരം കാണാനായിരിക്കും ഇരു പാർട്ടികളും ശ്രമിക്കുക. ബ്രൂണോയുടെ തീരുമാനം കൂടി ഇതിൽ നിർണായകമാകും. അദ്ദേഹം PSG ചേക്കേറാൻ പൂർണ്ണമായും സമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. താരത്തെ കൺവിൻസ് ചെയ്യിക്കേണ്ട ഒരു ജോലി കൂടി ഇപ്പോൾ PSG ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഈ സീസണിൽ വേണ്ടത്ര മികവിലേക്ക് ഉയരാൻ ബ്രൂണോ ഗുയിമറസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 20 മത്സരങ്ങൾ കളിച്ച താരം 1 ഗോളും 3 അസിസ്റ്റുകളും മാത്രമാണ് നേടിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.